അവർ ടി വി 24/7 സഞ്ചാരി എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. യാത്രയും വിശേഷങ്ങളുമായി 35 വർഷത്തെ സേവന പാരമ്പര്യമുള്ള ബിൻമൂസ ട്രാവൽസ് ആണ് ഈ യാത്രാ വിവരങ്ങളും അതുപോലെ തന്നെ യാത്രാ ടിപ്സും ഒക്കെ നമുക്ക് തരുന്നത്. അബുദാബിയിലേക്ക് നിങ്ങൾ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട 2-3 സ്ഥലങ്ങളുണ്ട്. അത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഇനി ഇത് ഞാൻ പറയുന്നൊന്ന് ശ്രദ്ധിക്കുക. എബ്രഹാമിക് ഫാമിലി ഹോം എന്ന് പറഞ്ഞിട്ട് ഒരു പ്രത്യേകിച്ച് പോപ്പ് അബുദാബിയിൽ വന്നപ്പോൾ തറക്കല്ലിട്ടിട്ട് പണിത് 1 വർഷം കൊണ്ട് തന്നെ 1 വർഷത്തിനുള്ളിൽ പണി കഴിച്ച 3 പള്ളികളാണ്. കാത്തലിക് ചർച്ച്, മുസ്ലിം ചർച്ച് ആൻഡ് ജൂയിഷ് ചർച്ച്. ഇത് 3ഉം ഒരേ കോമ്പൗണ്ടിൽ സാദിയാത്ത് ഐലൻഡിൽ ലിവർ മ്യൂസിയത്തിൻ്റെ അടുത്തായിട്ടുണ്ട്. അത് വളരെ അധികം ആളുകൾ കണ്ട് കാണത്തില്ല. തീർച്ചയായിട്ടും അത് പബ്ലിക്കിന് ഓപ്പണാണ്. രാവിലെ 10 തൊട്ടിട്ട് വൈകുന്നേരം 5 വരെ നിങ്ങൾക്ക് വിസിറ്റിംഗ് ടൈം ഉണ്ട്. അതിന് മുന്നേ നമ്മൾ ഓൺലൈനിൽ രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്യാതെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾക്ക് അവിടെ ചെന്നിട്ട് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. എങ്കിൽ പോലും നിങ്ങൾക്കൊരു ഗൈഡഡ് ടൂറ് കിട്ടണമെങ്കിൽ നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ട് കാണാൻ പോകണം. അതൊന്ന്. പിന്നെ അടുത്തതായിട്ട് കാണാനുള്ള ലിവർ മ്യൂസിയമാണ്. അത് തീർച്ചയായിട്ടും നിങ്ങൾ അതും രജിസ്റ്റർ ചെയ്യണം. ഓൺലൈനിൽ കയറി രജിസ്റ്റർ ചെയ്തിട്ട് പിന്നീട് 65 ദിർഹം എൻട്രി ഫീസ് ഉണ്ട്. എൻട്രി ഫീസ് കൊടുത്തിട്ട് നമ്മൾ ലോകത്ത് പാരീസിൽ പോയിട്ട് ലിവർ മ്യൂസിയം കാണുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് അബുദാബിയിൽ നിങ്ങൾക്ക് പെടാൻ പറ്റുന്ന സാദിയാത്ത് ഐലൻഡിലുള്ള ലിവർ മ്യൂസിയം. അപ്പോൾ എപ്പോഴായാലും നിങ്ങൾ അവിടെ പോയി കാണുക. അവിടെ വേറൊരു കാര്യമുണ്ട്. സീനിയർ സിറ്റിസൺ, അതായത് UAE റെസിഡൻസ് വിസ ഉള്ള 60 വയസ്സിന് മേലിലുള്ള ആർക്കും ആ പ്രവേശനം സൗജന്യമാണ്. അതേസമയത്ത് വിസിറ്റ് വിസയിലാണ് വരുന്നതെങ്കിൽ 60 വയസ്സിന് മേലിലുള്ള ഈ സൗജന്യം നിങ്ങൾക്ക് കിട്ടില്ല. പിന്നീട് കാണാനുള്ളൊരു സ്ഥലമാണ് ഖാസർ അൽ ബത്തൻ പാലസ്. ഇത് എമിറേറ്റ്സ് പാലസ് ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന സ്ഥലമാണല്ലോ. എമിറേറ്റ്സ് പാലസിൽ നിന്ന് ഒരു 2 മിനിറ്റ് ദൂരത്താണ് പ്രസിഡൻഷ്യൽ പാലസ്. ഈ പാലസിൻ്റെ ഒരു പകുതി ഭാഗം ഇപ്പോൾ പബ്ലിക്കായിട്ട് നമുക്ക് കാണാൻ വേണ്ടി അനുവദിച്ചിട്ടുണ്ട്. ഇത് കാണണമെങ്കിൽ നമ്മൾ നേരത്തെ തന്നെ അവിടെ ചെന്ന് ഒന്നുകിൽ ബുക്ക് ചെയ്തിട്ട് പോവുക, അല്ലെങ്കിൽ അവിടെ ചെന്നിട്ട് നമ്മൾ ബുക്ക് ചെയ്യുകയാണെങ്കിൽ 65 ദിർഹംസാണ് ടിക്കറ്റിൻ്റെ വില. അതും സീനിയർ സിറ്റിസന് ആ ടിക്കറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല. അതായത് UAE റെസിഡൻസ് വിസ ഉണ്ടെങ്കിൽ അവർക്കത് ഫ്രീ ആണ്. ഈ പാലസും ഒത്തിരി തീർച്ചയായിട്ടും അബുദാബിയിൽ എത്തുന്ന ഒരു യാത്രക്കാരൻ കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ്. കാരണം നമ്മൾ എപ്പോഴും വിചാരിച്ചിട്ടുണ്ടാവും, നിങ്ങൾക്കൊക്കെ അബുദാബിയിലും നമ്മൾ ഈ ഗൾഫ് രാജ്യങ്ങളിൽ വരുമ്പോൾ ഒരു പാലസ് എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ ഒരു പാലസിൽ പോകണം, പാലസ് കാണണം എന്നൊക്കെ നമ്മളൊക്കെ ആഗ്രഹിച്ചിട്ടില്ലേ. ആ ആഗ്രഹത്തിൻ്റെ ഒരു പൂർത്തീകരണമായിരിക്കും നമ്മൾ ഈ പാലസിൽ പോയി കാണുമ്പോൾ. അവരെങ്ങനെയാണ് അവിടുത്തെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്, ഒത്തിരി അവളുടെ കളക്ഷൻസ് ഉണ്ട്, കുറേയേറെ കാര്യങ്ങൾ നമുക്കൊരു 3-4 അവേഴ്സെങ്കിലും വേണം ഓരോരോ കാര്യങ്ങളും അവരുടെ മീറ്റിംഗ് കൂടുന്നതും അവരുടെ ഓരോ സ്ഥലങ്ങളും അവർ പബ്ലിക്കിനായിട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരുന്നുണ്ട്. തീർച്ചയായിട്ടും അബുദാബിയിൽ വരുമ്പോഴത്തേക്കും അതെല്ലാം നിങ്ങൾ ഓൺലൈനിൽ ഈ പാലസിൽ വിസിറ്റിന് വേണ്ടിയിട്ട് ബുക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് അതിൻ്റെ പേയ്മെൻറ്റ് നേരത്തെ കൊടുക്കുകയാണെങ്കിൽ നല്ല ഓഫറൊക്കെ ഇടയ്ക്കിടയ്ക്ക് കിട്ടും. ആ സമയത്ത് നിങ്ങൾ ടിക്കറ്റ് എടുത്തിട്ട് അവിടെ വന്നാൽ മതി. വന്നു കഴിഞ്ഞ് കാണുക. ഇനിയും മറ്റൊരു സ്ഥലമാണ് നമ്മളുടെ ഷെയ്ഖ് സയ്യിദ് മോസ്ക്. അത് പിന്നെ ടിക്കറ്റ് ഇല്ല അതിന്. നിങ്ങൾക്ക് എല്ലാവർക്കും ഓൾമോസ്റ്റ് ഇപ്പോൾ ഇവിടെ ഉള്ളവരൊക്കെ കുറേയൊക്കെ കണ്ടു കഴിഞ്ഞ് കാണുമായിരിക്കും. പക്ഷേ അല്ലെങ്കിൽ ഇപ്പോൾ കുറേ അഡ്വാൻസ്ഡ് ഒത്തിരി കാര്യങ്ങൾ അതിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അബുദാബിയിൽ വരുമ്പോഴത്തേക്കും കാണേണ്ടത് ഷെയ്ഖ് സയ്യിദ് മോസ്ക്, പിന്നെ നമ്മൾ ഇപ്പം ഖാസർ അൽ ബത്തൻ പാലസ് കാണണം, പിന്നെ എബ്രഹാമിക് ഫാമിലി ഹോം കാണാനുണ്ട്, ലിവർ മ്യൂസിയം. ഇതാണ് മെയിനായിട്ട്. പിന്നെ ഹെറിറ്റേജ് വില്ലേജ് ഉണ്ട്. ഇത്രയും സ്ഥലങ്ങളാണ് അബുദാബിയിൽ ഞങ്ങൾക്കിപ്പം മെയിനായിട്ട് കൂടുതലായിട്ട് ഞങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. പിന്നീട് ഇപ്പോൾ പുതിയ കുറേ സ്ഥലങ്ങളോടുണ്ട്. അടുത്ത എപ്പിസോഡിൽ ഞങ്ങൾ ഈ സ്ഥലങ്ങളെല്ലാം പറ്റി നിങ്ങളെ പരിചയപ്പെടുത്താം. തീർച്ചയായിട്ടും കാത്തിരിക്കുക.